നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൽ നിന്നുള്ള പൗരന്മാരെ ഡിജിറ്റൽ ജിഹാദിലൂടെയും അതോടൊപ്പം തന്നെ വൈറ്റ് കോളർ ജിഹാദിലൂടെയും പാകിസ്ഥാൻ ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി. ഇപ്പോൾ ഇതാ രണ്ട് ഭീകരന്മാരെ ഉത്തർപ്രദേശ് ATS അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡിജിറ്റൽ ജിഹാദിലൂടെയും വൈറ്റ് കോളർ ജിഹാദിലൂടെയും ഒക്കെയാണ് ഇവരെ പാട്ടിലാക്കിയത്. ഇവരുമായിട്ട് നിരന്തരമായി ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെടുകയും ഇൻസ്റ്റഗ്രാം ചില അക്കൗണ്ടുകളൊക്കെ ഇവരുമായി ബന്ധപ്പെടുന്നതിന് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യത്തെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം തന്നെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കി ക്ലോസ്ഡ് ചാറ്റ്, എൻക്രിപ്റ്റഡ് ചാറ്റാണ് ഇവരുമായി ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വലിയ ഭീകരവാദ സന്നാഹങ്ങളാണ് ഡിജിറ്റലി ഇവരെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ഇവർ ആദ്യം ഇതിൽ ഒരാൾ മീററ്റ് സ്വദേശിയായ തുഷാർ ചൗഹാനാണ്. പിന്നീട് മതം മാറി ഹിസ്ബുള്ള അലി ഖാനായിട്ട് മാറി. ഡൽഹി സ്വദേശി സമീർ ഖാനാണ് മറ്റൊരു പ്രതി. ഇവരെ രണ്ടുപേരെയും ഉത്തർപ്രദേശിൻ്റെ ATS വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം നിരവധിയായിട്ടുള്ള ആൾക്കാരെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇവരെ നോയിഡയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. യുവാക്കളെ തീവ്രവാദിയാക്കുന്നതിനും മറ്റ് ചില ആൾക്കാർ, അതായത് ഉത്തർപ്രദേശിലെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ഗ്രനേഡ് ആക്രമണത്തിനുമൊക്കെയാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്തായാലും ഈ നിർദ്ദേശങ്ങളുമായിട്ട് സഹകരിച്ച് ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു. നിരന്തരം പാകിസ്ഥാനിലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം തന്നെ ലഷ്കർ-ഇ തൊയ്ബയുടെയും ഒക്കെ ഭീകരവാദ സംഘടനകളുടെ ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഷഹസാദ് ഭട്ടി, ആബിജാദ് ജാട്ട് തുടങ്ങിയ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, അതായത് ഇവരെ സഹായിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തന്നെയുണ്ട്. ഇവരുമായിട്ടാണ് ഇവർ ആദ്യം ബന്ധപ്പെടുന്നത്. അതിനുശേഷം വലിയ ഭീകരവാദികളായതിനു ശേഷം ഇവരെ മറ്റു പല രീതിയിൽ ദുബായ് വഴിയൊക്കെ പാകിസ്ഥാനിൽ എത്തിക്കുന്നതാണ് പതിവ്. അങ്ങനെ എത്തിക്കാമെന്നായിരുന്നു ISI ഉൾപ്പെടെയുള്ള ISIയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവർക്ക് വാക്ക് നൽകിയിരുന്നത്. അത്തരത്തിൽ ഇവർ കാര്യമായ രീതിയിൽ ഈ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. യുവാക്കൾക്ക് ആവശ്യമായ പണവും മറ്റ് എല്ലാ ആഡംബര സൗകര്യങ്ങളും നൽകി വശീകരിച്ചു കൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നത്. ATSൻ്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഇവർ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തിരുന്നു. കാരണം 20 വയസ്സായിട്ടുള്ള രണ്ട് പേരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മാനസികമായിട്ടുള്ള ഒരു സമനിലയൊന്നും ഇവർക്ക് അതായത് ഭീകരവാദികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള വലിയ ശക്തമായ ട്രെയിനിങ് ഒന്നും ഇവർക്ക് ലഭ്യമാകാത്തതിനാൽ തന്നെ ഇവർ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ഏകദേശം കാര്യങ്ങളും ATSന് വ്യക്തമാക്കി നൽകി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇസ്ലാമിക പാരമ്പര്യങ്ങൾ പിന്തുടരുവാൻ വേണ്ടിയിട്ട് ഈ തുഷാർ ചൗഹാനെ ആദ്യം നിർബന്ധിക്കുകയും ആദ്യമൊന്നും തുഷാർ ചൗഹാനായി ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയ ബന്ധം വഴി ആദ്യം തയ്യാറായില്ല. പക്ഷേ പിന്നീട് ഇവരുടെ ഈ അഭിപ്രായങ്ങളും മനം അയക്കുന്ന പല വാഗ്ദാനങ്ങളിലും മയങ്ങി തുഷാർ ചൗഹാൻ മതം മാറുകയായിരുന്നു. മതം മാറിയതിന് ശേഷമാണ് ഇവരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതും ഇത്തരം ഹാൻഡലറുമായിട്ട് ഇടപഴകുവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ബന്ധം നിലനിർത്തുവാനും വേണ്ടിയിട്ട് പല രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവർ ഒരുക്കി നൽകിയത്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഷഹസാദ് ഭട്ടി, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഷഹസാദ് ഭട്ടി എന്ന പേരിൽ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ആദ്യത്തെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയി. അതിനുശേഷം പിന്നീട് മറ്റൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മറ്റൊരു രീതിയിൽ തന്നെ ഇവർ സജ്ജീകരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ചില വോയിസ് കോളുകൾ, പുഷ് ടു ടോക്ക് എന്ന് തുടങ്ങി PTT കോളുകളൊക്കെ ഇവർ ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇവരുമായി ബന്ധപ്പെടുകയും ഇവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പല പരിശീലന പദ്ധതികളും വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് ചില മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരന്തരമായ പരിശീലനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതിനെ തുടർന്ന് ഇത്തരം ആക്രമണങ്ങൾക്കൊക്കെ ശേഷം, അതായത് പ്രാഥമിക ഘട്ട ആക്രമണങ്ങൾക്കൊക്കെ ശേഷം ദുബായ് വഴി പാകിസ്ഥാനിലേക്ക് ഇവരെ കൊണ്ടുവരാം എന്നായിരുന്നു ഇവർക്ക് നൽകിയിരുന്ന വാഗ്ദാനം. ISI ഏജൻറ്റുമാരായ മേജർ ഹമീദ്, മേജർ ഇക്ബാൽ, മേജർ അൻവർ എന്നിവർ ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകുമെന്നും ഇവരോട് വാഗ്ദാനം നൽകിയതായിട്ടാണ് ഇവർ ATSനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന പേരുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കുവാൻ കൂടി ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ചെറു മൈക്രോ ഗ്രൂപ്പുകൾ പലതും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടങ്ങുവാനുമുള്ള ഒരു നിർദ്ദേശം ഇവർക്ക് നൽകിയിരുന്നതുമായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് 5 പിസ്റ്റളുകളും വെടിയുണ്ടകളും കത്തി, മൊബൈൽ ഫോണുകൾ എന്നിവയും ATS കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പുരോഗമിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ BNS ആയുധ നിയമം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ തടയൽ, UAPA ആക്ട് ഉൾപ്പെടെയുള്ള ആക്റ്റുകൾ അനുസരിച്ച് ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ മുൻ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ അന്വേഷണങ്ങളുമായിട്ട് UP ATS മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലൂടെ ഭാരതത്തിനകത്തുള്ള ഒരു വലിയ ശൃംഖലയെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ് UP ATS അഭിപ്രായപ്പെടുന്നത്, അവകാശപ്പെടുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ജിഹാദ് പോലുള്ള പ്രവർത്തനങ്ങൾ വഴി, വൈറ്റ് കോളർ ജിഹാദ് പോലുള്ള പ്രവർത്തനങ്ങൾ വഴി കാര്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാരതത്തിനകത്ത് നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കോട്ടയിൽ നടന്ന ആക്രമണം. ഈ അടുത്ത കാലത്തായിട്ട് RDX പോലെ തന്നെ വായുവുമായിട്ട് സമ്പർക്കം വരുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ട്രൈഅസറ്റോൺ ടെട്രാപെറോക്സൈഡ് പോലുള്ള നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, നിരോധിതമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രാദേശികമായി നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് RDX പോലുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവർ എവിടെയാണോ ആസൂത്രണം ചെയ്യുന്നത് അവിടേക്ക് എത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രായോഗികമായ ഈ ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട്, ഈ പ്രായോഗികമായ ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ എത്തുവാനും വളരെ സുരക്ഷിതമായിട്ട് ഇവരുടെ സ്ഫോടനങ്ങൾ നിർവഹിച്ച ശേഷം അവിടുന്ന് തടി തപ്പാനുമായിട്ടുള്ള സുരക്ഷിതമായ മാർഗ്ഗങ്ങൾ കൂടി ഇവർ കണ്ടെത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ ഫോർമുലകൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇവരുടെ സ്ഫോടക വസ്തുക്കൾ ചില ഷെഡുകളിൽ ഒളിപ്പിച്ച രീതിയിൽ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്തായി ശ്രീനഗറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിലെ ചില കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അന്വേഷണം നടന്നു വരികയാണ്. അതിനിടയിലാണ് UP ATS ഇവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് നേരെയുള്ള ആക്രമണത്തിന് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭാരതം വളരെ ജാഗ്രതയോടുകൂടി വിഷയങ്ങളെ സമീപിക്കുകയാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. കാരണം ഇത് പാകിസ്ഥാൻ ISI നേരിട്ട് നടത്തുന്ന ഓപ്പറേഷനുകളിൽ ഒന്നാണ്. അതായത് ഇവിടെ ഭാരതത്തിനകത്ത് വളരെ ചെറു സംഘങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ്റെ ISI കൂടി ഇതിന് നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും പാകിസ്ഥാന് നേരെ ഇത്തരമൊരു ആക്രമണത്തിൻ്റെ ഒരു സാധ്യത കൂടി ഇപ്പോൾ മുന്നിൽ കാണുകയാണ്. എന്തായാലും ഭാരതത്തിന് നേരെ ഒരു ചെറു ആക്രമണങ്ങൾ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പല ചെറിയ ആക്രമണങ്ങൾ. ഒരു വലിയ ആക്രമണത്തിന് നേരത്തെ തന്നെ ഒരു പദ്ധതി ഇട്ടിരുന്നു. അതായത് 5000-ഓളം പാകിസ്ഥാൻ പൗരന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് മുംബൈ മോഡൽ ഒരു ഭീകരാക്രമണത്തിനായിരുന്നു ലഷ്കർ-ഇ-തൊയ്ബ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ ആ പദ്ധതിയെ പൊളിച്ചടുക്കുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവിടെ ചെറു സംഘങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെ അടിമുടി ഇന്ത്യ തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇസ്രായേൽ ആദ്യം ഹമാസിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അപ്പോൾ പറഞ്ഞിരുന്നത് ഇത് ഭീകരവാദത്തിനെതിരെ നടത്തുന്ന ആദ്യത്തെ ആക്രമണമാണ്, ഇത് അവസാനിക്കുന്നില്ല. തൊട്ടടുത്ത ആക്രമണം ഇറാനിലായിരുന്നു, ഇനി അടുത്ത ആക്രമണം പാകിസ്ഥാനിൽ തന്നെ എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അമേരിക്ക പോലും പാകിസ്ഥാനെ ഒരു അന്താരാഷ്ട്ര ഭീകരവാദ രാജ്യമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനെ സമീപിക്കുന്നുണ്ട്, പാകിസ്ഥാൻ്റെ സഹായമൊക്കെ തേടിയിട്ടുണ്ട്. അത് കേവലം ആ വിഷയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നേരത്തെ ഖോജ ആസിഫ് പറഞ്ഞതുപോലെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ വലിച്ചെറിയുവാൻ കണക്കിന് പാകിസ്ഥാനെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു. കഴിഞ്ഞ ഒരാഴ്ച കാലത്തിലേറെയായി അവിടെ ലോക്ക്ഡൗൺ ആണ്. ലോക്ക്ഡൗൺ മുങ്ങിയിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വിലയും ഇല്ലാത്ത രീതിയിൽ ആരും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതേയില്ല. എന്തായാലും പാകിസ്ഥാൻ അടിമുടി തകർന്നിരിക്കുകയാണ്, ഇനിയും തകരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഭാരതത്തിന് നേരെ ഇത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ആക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ 3 പിരിഞ്ഞു പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.